ചോദിച്ച ഈ പ്രമാണമാണ് നിങ്ങൾ ഒന്നും കയ്യിൽ കൊണ്ടുവരാത്ത ആളുടെ പ്രമാണം വേണം, പണ്ഡിതന്മാർ തമ്മിൽ ഇരിക്കുമ്പോൾ ചോദിക്കേണ്ട ചോദ്യമാണ്. പ്രമാണം വേണം, തെളിവ് വേണം, അത് വേണം, ഇത് വേണം പറഞ്ഞു. ഇത് ജനങ്ങൾ വരുന്നത് സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മുജാഹിദ് നേതാവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആവട്ടെ, എനിക്ക് സംശയം തീരണം. അതായത് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ജീവിച്ചതുപോലെ, അതായത് എന്റെ സമുദായം 73 വിഭാഗമായി തിരിയും. അതിൽ ഒരു വിഭാഗം മാത്രം സ്വർഗത്തിൽ പോകുമെന്നും ആ ഒരു വിഭാഗം ആരെന്ന് സഹാബാക്കൾ ചോദിച്ചപ്പോൾ ഞാനും എന്റെ സഹാബാക്കളും എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിച്ച് സ്വർഗത്തിൽ പോകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആ സഹാബാക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു കാരക്കതിൽ നിന്ന് ഒരു ദിവസം ജീവിച്ചിട്ടുണ്ട്. അതുപോലെ പച്ചല കഴിച്ച് ജീവിച്ചിട്ടുണ്ട്. പ്ലേഗ് രോഗം പിടിച്ച് മരിച്ചവരും പ്ലേഗ് രോഗം പിടിച്ചവരും ഉണ്ടായിരുന്നു. അവരാരും തന്നെ മരിച്ചുപോയ ആരെയും വിളിച്ച് സഹായം തേടിയിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും തെളിവുണ്ടെങ്കിൽ പറയണം. പിന്നെ ആറാബി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച കാര്യം, സഹായം ചോദിച്ച കാര്യം പറയരുത്, വേറെ ഏതെങ്കിലും ഒന്ന് പറയണം. ആദ്യം പറഞ്ഞു അയാൾ പിന്മാറി. അത് അതാണ് ഞാൻ അതിനെ എന്തിനെത്തി ഇയാളെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറഞ്ഞു. അതിന് മുമ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ വിശദീകരണം തുടങ്ങിയത്. എന്തായിരുന്നു? അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം ചോദിക്കാൻ പാടില്ലാതെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അയാളൊരു വാദം പറഞ്ഞു. അത് തെളിയിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. അത് പണ്ഡിതന്മാരോട് ചോദിക്കണം എന്ന് പറയും. പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് മറുപടി കിട്ടിയിട്ടില്ല. പലപ്പോഴും ചോദിച്ചതാണ്, ഇതുവരെയും മറുപടി കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്കൊരു കഴിയുമെങ്കിൽ നിങ്ങൾക്കും തെളിയിക്കാമല്ലോ എന്നതുകൊണ്ടാണ്, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സംശയ ദൂരീകരണത്തിൽ തന്നെയാണ്. വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടിട്ടുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് ഞാനിത് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അപ്പൊ ആയത്തിൽ പറഞ്ഞത് അമ്പിയാക്കളോടും ഔലിയാക്കളോടും സുന്നികൾ ചെയ്യുന്ന, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന സത്യവിശ്വാസി ആ അമ്പിയാക്കളും ഔലിയാക്കളും അടിമയാണ്, റസൂലാണ്, വലിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് ചോദിക്കുന്ന സഹായാർത്ഥന അത് ഈ ആയത്തിന്റെ പരിധിയിൽ പെടുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല, തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആയത്തിൽ അങ്ങനത്തെ വിശദീകരണമല്ലാതെ അങ്ങനെ ഒരു ഖുർആൻ പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ഇതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇനി നിങ്ങളെ മൂന്നാമത്തെ ചോദ്യം, അല്ലെങ്കിൽ ആ ഇതിനുള്ള ഒന്നാമത്തെ ചോദ്യം ഇപ്പോഴാണ്. എന്താണ്? അപ്പൊ നിങ്ങൾ പറഞ്ഞ വാദം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ ഒന്നുകൂടി അടിവരയിടുകയാണ്. എന്ന് പറഞ്ഞത് അല്ലാഹുവല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധിക്കുന്നതിനെ കുറിച്ചാണ് എന്ന് ഞാൻ നിരവധി തഫ്സീറുകൾ രേഖപ്പെടുത്തി നിങ്ങളോട് പറഞ്ഞു. അല്ലാഹുവല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധിക്കാൻ പാടില്ല, അതിൽ സുന്നികൾക്ക് തർക്കമില്ല, അതിനെപ്പറ്റി നമ്മുടെ ചർച്ചയുമില്ല. അപ്പൊ ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ ചോദ്യം, പ്രവാചകന്മാരും സഹാബത്തും ഇവിടെ ജീവിച്ചല്ലോ, അവരാരെങ്കിലും മരണപ്പെട്ടു പോയ മഹാന്മാരോട് അല്ലെങ്കിൽ മഹത്തുക്കളോട് സഹായം ചോദിച്ചിട്ടുണ്ടോ, അങ്ങനെ ചോദിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടോ? ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതെല്ലോ ഇഷ്ടം പോലെ ഞാൻ തെളിവ് ഞാൻ പറയും, മറുപടി പറയുന്ന നേരത്തെ ഞാൻ പറയും. പക്ഷെ ഖുർആനിൽ അതിന് വിരുദ്ധമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. ശരി, എല്ലാവരും തെളിയിക്കലായിരുന്നു അത് ലക്ഷ്യം. ഇത് ഞാൻ പറയാം. ഇത് ഏതാണ് ഗ്രന്ഥം അറിയോ നിങ്ങൾ? ഇത് 125 ബുക്ക് അല്ല, ഈ ബുക്ക് 125 പൈസ വിലയുള്ള ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ആമുഖം എന്ന ഈ പുസ്തകത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വേണ്ടി വളരെ വിയർപ്പൊടുക്കിയ വ്യക്തിയാണ് എന്ന് മുജാഹിദുകൾ തന്നെ പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് ഷൗക്കാനിയുടെ സ്വന്തം ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ സാക്കിരീൻ. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ, 156, 57 പേജുകളിൽ ഷൗക്കാനി വളരെ വ്യത്യസ്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് പറയുന്നത്? ഇദാ അസാബത്തുക്കും അർജത്തും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ വിളിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാം. മതിയോ? ഇത് റസൂല് പറഞ്ഞതാണ്, റസൂലുള്ളാഹിയുടെ ജീവിതകാലത്താ. എന്നിട്ടോ ഇത് ഞങ്ങളെ മതമല്ല, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന് വിയർപ്പെടുത്തിയ ഷൗക്കാനി 125 വയസ്സിലെ ഈ പുസ്തകത്തിൽ വളരെ മഹത്വം പറഞ്ഞ വ്യക്തിയാണ്. ഈ ഷൗക്കാനി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഇത് വാറോടെയാണ് എന്ന് പറയാൻ പറ്റൂല. ഈ സംഭവം സുദൃഢമായ പരമ്പരയിലൂടെ സ്ഥിരപ്പെട്ട കാര്യമാകുന്നു. സുദൃഢമായ പരമ്പര. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസിലുണ്ട് തെളിവുണ്ട് അലാ ജവാസിൽ ഇസ്തിആനത്തി, സഹായം ചോദിക്കൽ അനുവദനീയമാണ് എന്നതിന് രേഖയുണ്ട്. ബിമൻ ലാ യറാഹുൽ ഇൻസാൻ,
മനുഷ്യൻ കാണാത്ത അഭൗതിക ശക്തികളോട് സഹായം ചോദിക്കാൻ പറ്റുമെന്നതിന് ഈ ഹദീസ് രേഖയാണ്. ഇത് സഭന്റെ പ്രസിഡന്റ് പറഞ്ഞതല്ല, കാന്തപുരം ഉസ്താദ് പറഞ്ഞതല്ല, ഉള്ളാത്തങ്ങൾ പറഞ്ഞതല്ല. ഇത് പറയുന്നത് സാക്ഷാൽ ഷൗക്കാനിയാണ്. ഹദീസ് സഹോദരന്മാരെ, പല ഗ്രന്ഥങ്ങളിലുമുണ്ട്. മജ്മുഉൽ സവായിദ് എന്റെ കയ്യിലുണ്ട്. ഇമാം നൂറുദ്ദീൻ ഹൈസമിയുടെ മജ്മുഉൽ സവായിദിലും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് പൂർവികരായ മുസ്ലിമീങ്ങളൊക്കെ ഇത് ചെയ്തിട്ടുള്ളത്.